മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജാൻസ് 3 പവേർഡ് ബൈ ഇംപാക്സിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഇവിടെ തുടങ്ങുകയാണ്. ആദ്യത്തെ സെഗ്മെൻറ്റാണ് സ്വപ്ന പദ്ധതി. ഇന്ന് അത് വരുന്നത് രേഖയാണ്. രേഖ, നമ്മുടെ പ്രൊജക്റ്റ് റെഡിയാണല്ലോ അല്ലേ? ഓ, റെഡിയാണ്. അതെ. അപ്പോൾ ഞാൻ രേഖ എൻ്റെ ടീമാന്ന് എപ്പോഴും പറയും, കാരണം എൻ്റെ ഒരേ പേരിലുണ്ട്, സെയിം സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ സ്വപ്ന പദ്ധതി ഇതാ. ഇതെൻ്റെ നാട് മഞ്ചേരി. ഇവിടെ ഞങ്ങൾക്ക് ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരുപാട് സ്കൂളുകളുണ്ട്, ആശുപത്രിയുണ്ട്, കോടതിയുണ്ട്, ഇപ്പം മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വിശ്രമവേളകൾ ഞങ്ങൾക്കൊന്ന് വന്നിരിക്കാൻ, കൂട്ടുകാരൊത്തൊന്ന് വന്നിരിക്കാൻ, കുറച്ച് തണൽ കൊള്ളാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലമില്ല. ഈ കാണുന്ന സ്ഥലത്ത് ഒരു ബയോ പാർക്ക് തുടങ്ങാനാണ് എൻ്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 53.5 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള മഞ്ചേരി നഗരസഭ വലിപ്പത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയായിരിക്കും. 1 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ജോലി കഴിഞ്ഞുള്ള വിശ്രമത്തിന് കൂടിച്ചേരുന്ന ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്ന 1 ഏക്കർ ഭൂമിയിലാണ് എൻ്റെ സ്വപ്ന പദ്ധതിയായ ബയോ പാർക്ക് വരാൻ പോകുന്നത്. എൻ്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇവിടെയുള്ള ഞങ്ങളുടെ MLA ഉമ്മർ സാഹിബിൻ്റെയും കൗൺസിലർമാരുടെയും പല സന്നദ്ധ സംഘടനകളുടെയും സഹകരണം ഉണ്ടാവുമെന്ന് അവരറിയിച്ചിട്ടുണ്ട്. രേഖയുടെ 10 ലക്ഷത്തിന്റെ സ്വപ്ന പദ്ധതി മഞ്ചേരിയിലെ ചെരണി എന്ന സ്ഥലത്തെ വെള്ളപ്പാറ കുന്നിൻ പുറത്ത് ഒരു ബയോ പാർക്കാണ്. കുന്നുകളും കുഴികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നഗരത്തിനുള്ളിലെ കുന്നിനെ ഒരു ബയോ പാർക്കായി നിലനിർത്തേണ്ടത് ഇനി വരാനുള്ള കാലത്തോടും നാളത്തെ തലമുറകളോടും നമ്മൾ കാണിക്കേണ്ട ഏറ്റവും മിതമായ നീതിയാണെന്ന് രേഖ കരുതുന്നു. രേഖയുടെ സ്വപ്ന പദ്ധതിയായ ഒരു പാർക്ക്, മിനി പാർക്ക് മഞ്ചേരി നഗരസഭയും MLAയും സംയുക്തമായി ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കണമെന്ന് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ഞാൻ ആവശ്യപ്പെടുന്നു. മനുഷ്യർക്കും കിളികൾക്കും മീനുകൾക്കും നാനാതരം സസ്യജന്തുജാലങ്ങൾക്കും സഹവസിക്കുവാനും ജീവിതത്തിൻ്റെ മധുരോദാരമായ നിമിഷങ്ങളെ പങ്കുവയ്ക്കുവാനും കഴിയുന്ന ഒരന്തരീക്ഷം നഗരത്തിൻ്റെ വീർപ്പുമുട്ടലുകളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും നമ്മളെ രക്ഷിക്കും. സ്ഥലം MLAയും നഗരസഭയും ഒക്കെ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാവാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാർക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഞങ്ങൾക്ക് കൗൺസിലർമാരായ 50 പേർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരു പാർക്ക് പെട്ടെന്ന് തുടങ്ങാനുള്ള സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളൊക്കെ MLA ഭാഗത്തു നിന്നും മുനിസിപ്പൽ ഭാഗത്തു നിന്നും ഞങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് രേഖയുടെ ഈ സ്വപ്ന പദ്ധതിയിൽ ഞങ്ങൾ വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളും. രേഖ ഒരുപാട് കാലമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ സ്വപ്നം മഞ്ചേരി നഗരത്തിലെ കുന്നിൻപുറത്ത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മഞ്ചേരി എന്ന ഏറനാടൻ നഗരം മലപ്പുറം എന്ന ജില്ലയുടെ കീർത്തി വർദ്ധിപ്പിക്കും. ബയോ പാർക്ക് വന്നിട്ട് വേണം എനിക്ക് അത് കൂടെ നടന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ ആൾക്കാരെ. തീർച്ചയായും ചേച്ചി വരണം. അതെ, തീർച്ചയായും. എന്തായാലും മഞ്ചേരി എന്നുള്ള നാടിനെ കുറിച്ചും ആ ഒരു ഇതും താങ്കളുടെ കോൺസെപ്റ്റും വളരെ ഇഷ്ടമായി. എന്തായാലും രേഖ ഉദ്ദേശമായിട്ടുള്ള സ്വപ്ന പദ്ധതിയെക്കുറിച്ച് എന്താണ് ജഡ്ജസ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. സുധീര മാഡം, എന്ത് തോന്നുന്നു? രേഖയുടെ സ്വപ്നം സഫലീകൃതമാവട്ടെ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം നമ്മളിന്ന് ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ മഞ്ചേരി പോലുള്ളൊരു സ്ഥലത്ത് അതുപോലുള്ളൊരു പാർക്ക് വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും. ഒഴിവ് സമയങ്ങളിൽ പോയിരിക്കാനും അതുപോലെ ഒരു റിലാക്സേഷനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൃക്ഷലതാദികളും അതുപോലെ പക്ഷികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ അതിൽ കൊണ്ടുവരികയാണെന്ന് നന്നാവും. പുഷ്പങ്ങൾ മാത്രമല്ല, തണൽ മരങ്ങൾ മാത്രമല്ല, പ്ലാൻ ആയിട്ട് തന്നെ ഒരു അക്വേറിയം മാതിരി, അക്വേറിയം അതുപോലെ ഔഷധ സസ്യങ്ങൾ, അങ്ങനെ ചെറിയ തോതിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല പദ്ധതി ആയിരിക്കും. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ, ഞാൻ സ്ത്രീ എന്ന് പറയുന്ന ഒരു ശരിക്ക് ഒരു യഥാർത്ഥ സ്ത്രീ ഈ കുട്ടിയിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് അവിടെ ഇങ്ങനെ ഒരു പാർക്ക് തുടങ്ങണം എന്നുള്ളത്. കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും വന്നിരിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥലമില്ല. കാരണം ഇപ്പോൾ ഈ കോഴിക്കോടൊക്കെ നോക്കുകയാണെങ്കിൽ സരോവരം, മാനാഞ്ചിറയൊക്കെ പോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് കോട്ടക്കുന്ന് പോലൊരു സ്ഥലത്ത് മലപ്പുറത്ത് പോയി വേണം ഒരു സ്ഥലത്തിരിക്കാൻ. അത്രയും രൂപയൊന്നും ചിലവഴിച്ച് പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ പോയിരിക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും പോയി ഒരു കുറച്ച് നേരം പോയി തണൽ കൊണ്ടിരിക്കാൻ ഒരു സ്ഥലം വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അത്.
രാമനുണ്ണി സർ, ഈ ബയോ പാർക്ക് എന്നുള്ള സ്വപ്നം വളരെ നന്നായിട്ടുണ്ട്. കാരണം അതിലൊരു പ്രകൃതിയുടെ ഘടകമുണ്ട്, വിശ്രാന്തിയുടെ ഘടകമുണ്ട്, തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറിയിരിക്കാനുള്ളതുണ്ട്. പിന്നെ മറ്റ് പക്ഷികൾ, ചെറിയ ചെറിയ മൃഗങ്ങൾ, അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം. നണ്ണാർക്കണ്ണനെയൊന്നും കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അതൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു പോയി, ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിളികൾ, അപ്പോൾ അതിനൊക്കെ പിന്നെ വളർത്തണം. അവിടെ അണ്ണാർക്കണ്ണനൊക്കെ ഓടി നടക്കുകയും വ്യത്യസ്ത കിളികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കണം. പക്ഷേ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ എന്തൊക്കെ ഭീഷണികളാണ് അതിന് കണ്ടിട്ടുള്ളത്? എല്ലാവർക്കും ഏത് സമയത്തും വന്നിരിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതൊരു ആൾക്കാർ ആ രീതിയിൽ കാണാതെ വെറുതെ വന്ന് ഒരു സാമൂഹിക വിരുദ്ധ കേന്ദ്രമാക്കുക എന്നുള്ള രീതിയിൽ ആവൂ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. പക്ഷേ അങ്ങനെയല്ലാതെ എല്ലാവരുടെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് വളരെ നന്നായിട്ട് ആ രീതിയിലല്ലാതെ തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. വിനീതർ, രേഖയുടെ ഈ സ്വപ്ന പദ്ധതി അറിഞ്ഞപ്പോൾ എന്താ പ്രകൃതിയെ നന്നായി പ്രണയിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് അവിടെ മലപ്പുറം ജില്ല പോലത്തെ സ്ഥലം എന്ന് പറയുന്നത് കേരള നിയമസഭയെ തന്നെ പിടിച്ചു നിർത്തുന്ന വലിയൊരു സംഘമാണ് മലപ്പുറത്തുള്ളത്. അതെ, അവർ പോലും ചിന്തിക്കാതെ എങ്ങനെ തള്ളിയിടാം അല്ലെ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം രേഖ ചിന്തിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് ഫുൾ ജനങ്ങളുടെ ഒരു സപ്പോർട്ടോടെ, പ്രത്യേകിച്ച് വളരെ പ്രകൃതിരമണീയമായ ഒരു ഞാനിത് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതെ അതെ, നമ്മൾ എപ്പോഴും പലപ്പോഴും സിനിമയിലൊന്നും മലപ്പുറം അത്ര ആ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടില്ല. കാരണം അവിടുത്തെ ഷൂട്ടിങ്ങിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ്, പെട്ടെന്ന് വയലൻ്റ് ആവുന്നവരാണ്. അപ്പോൾ എന്തായാലും അവിടെ ഈ പദ്ധതി തീർച്ചയായിട്ടും ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാ സപ്പോർട്ടും രേഖയ്ക്കുണ്ടാവും. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് ഇട്ടേക്കാം. ബയോ പാർക്കിന് എത്ര മാർക്ക്? ഞാൻ ഒരു 9.5 മാർക്ക് കൊടുക്കാൻ പോകും. 9.5? അര കൂട്ടി. എനിക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണോ? നല്ല നന്നായി. രേഖയ്ക്ക് എത്ര മാർക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. 9.5. സുധീര മാഡം എത്ര മാർക്ക് കൊടുക്കും ഈ കുട്ടിക്ക്? രേഖയ്ക്ക് 9.5 മാർക്ക്. 9.5. രേഖയ്ക്ക് ഞാനും 9.5 മാർക്ക് തരും. അപ്പോൾ 1/2 മാർക്ക് വീതം പിശുക്കി ഈ ജഡ്ജസ് മാർക്ക് ഇട്ടിരിക്കുക, അങ്ങനെ എനിക്ക് പറയാമല്ലോ. എന്നാലും വളരെ നല്ല മാർക്കാണ് രേഖയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 28.5 മാർക്ക് കിട്ടിയിരിക്കുകയാണ്.